നമസ്കാരം. വാർത്തകൾ ഇതുവരെ നോക്കാം. കൊല്ലം കടക്കലിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പങ്ങലിക്കാട് സ്വദേശി 21 വയസ്സുള്ള അൽത്താഫാണ് മരിച്ചത്. കോട്ടപ്പുറത്ത് നിന്ന് സമീപം വെച്ച് 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അൽത്താഫിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. ആലപ്പുഴ നഗരമധ്യത്തിൽ തീപിടുത്തം. മൂല്യക്കൽ തെരുവിലെ സമൂഹ മട്ടത്തിലാണ് തീപിടുത്തം സംഭവിച്ചത്. ഒരു വീട് പൂർണ്ണമായി കത്തി നശിച്ചു. അതേ നിരയിലുള്ള 2 വീടുകളിലേക്ക് തീ പടർന്നു. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം. ആളില്ലാത്ത ഒരു വീട്ടിലാണ് ആദ്യം തീ കണ്ടത്. കൊല്ലത്ത് പേവിഷബാധയേറ്റ് മരണം. കടക്കൽ കുറ്റിക്കാട് സ്വദേശി ബൈജു ആണ് പേവിഷബാധയേറ്റ് മരിച്ചത്. എങ്ങനെയാണ് പേവിഷബാധയേറ്റതെന്ന് പരിശോധിച്ചു വരികയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചു. ഷൈനും കുടുംബവും സഞ്ചരിച്ച കാറ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഷൈനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സേലത്തിന് സമീപം ധർമ്മപുരിയിലായിരുന്നു അപകടം സംഭവിച്ചത്. ഷൈന്റെ അമ്മയ്ക്കും സഹോദരനും ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. ചാക്കോയുടെ മൃതദേഹം രാത്രി നാട്ടിലെത്തിക്കും. നടിയും നിർമ്മാതാവുമായ സാൻഡ്ര തോമസിനെതിരെ വധഭീഷണി. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫിന്റെ ഭീഷണി സന്ദേശം. സാൻഡ്ര തോമസിനെ നേരിട്ട് വിളിച്ച് ഭീഷണി മുഴക്കിയെന്നും റെനി ജോസഫ് സന്ദേശത്തിൽ പറയുന്നു. സാൻഡ്രയുടെ അച്ഛൻ തോമസിനെ അപായപ്പെടുത്തുമെന്നും ഭീഷണിയിലുണ്ട്. ആദ്യം റെനി ജോസഫ് നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് സാൻഡ്ര തോമസ്. പിന്നീടാണ് 400 അംഗങ്ങളുള്ള ഗ്രൂപ്പിൽ സന്ദേശമിട്ടത്. ആദ്യം കമ്മീഷണർക്ക് പരാതി നൽകി. കേസെടുത്തെങ്കിലും പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ലെന്ന് സാൻഡ്ര. ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമാകാം അതിന് കാരണം. DGPക്കും വിജിലൻസിനും പരാതി നൽകുമെന്നും കോടതിയിലാണ് ഇനി വിശ്വാസമെന്നും സാൻഡ്ര. ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്ന് റെനി ജോസഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജനറൽ സെക്രട്ടറി ഷിബു ജി സുശീലിനാണ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മാർച്ചിൽ സന്ദേശം ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ റെനിയെ താക്കീത് ചെയ്തിരുന്നെന്നും സംഘടന. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മുൻ അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 94 വയസ്സായിരുന്നു. 2 തവണ അടൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. 3 തവണ രാജ്യസഭാ അംഗമായിരുന്നു. പൊതുദർശനം നാളെ രാവിലെ 10:30 വരെ നെട്ടയത്തെ വസതിയിലും തുടർന്ന് KPCC ആസ്ഥാനത്തും നടക്കും. നാളെ ഉച്ചയ്ക്ക് 1:30 ശാന്തി കവാടത്തിലാണ് സംസ്കാരം. വിടവാങ്ങിയത് ഗുരുനാഥൻ എന്ന UDF കൺവീനർ അടൂർ പ്രകാശ്. 1998 മുതൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങി. കോൺഗ്രസിന്റെ സൗമ്യമായ മുഖമായിരുന്നുവെന്നും അടൂർ പ്രകാശ്. കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ മുഖമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന രമേശ് ചെന്നിത്തല. പ്രവർത്തകർക്കും ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ട നേതാവായിരുന്നു. സത്യസന്ധനായ രാഷ്ട്രീയക്കാരനായിരുന്നുവെന്നും തെന്നലയിൽ നിന്നാണ് താൻ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതെന്നും ചെന്നിത്തല. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വേർപാട് കോൺഗ്രസിന് തീരാനഷ്ടമെന്ന് K മുരളീധരൻ. പാർട്ടി തീരുമാനങ്ങൾ ഒരു വിസമ്മതവും കൂടാതെ അനുസരിച്ചു. പാർട്ടി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ച നേതാവായിരുന്നു തെന്നലയെന്നും K മുരളീധരൻ. വ്യാജ പീഡനകഥ പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം കേസ്. RRV HSSലെ അധ്യാപികയായ CR ചന്ദ്രലേഖയ്ക്കെതിരെ കിളിമാനൂർ പോലീസാണ് കേസെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. മലപ്പുറം വേങ്ങര അരിക്കുളം കല്ലൻ ഷഫീഖാണ് പിടിയിലായത്. PSC പരിശീലകനാണ് ഇയാൾ. ബസ്സിൽ വെച്ചാണ് 15-കാരിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ 27-നായിരുന്നു സംഭവം നടന്നത്. തിരുവനന്തപുരം നേമത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ മരിച്ച നിലയിൽ. നേമം ശാന്തിവിള സ്വദേശി ശ്യാം ലേഖ ദമ്പതികളുടെ മകൾ അഹല്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനാപകടത്തിൽ മരിച്ചു. ഇടുക്കി മുട്ടം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വെള്ളിയാമറ്റം സ്വദേശി ടിങ്കു ജോണാണ് മരിച്ചത്. 7 മണിയോടെ തൊടുപുഴ മ്രാലക്കു സമീപത്തായിരുന്നു അപകടം നടന്നത്. എതിരെ വന്ന ടെമ്പോ ട്രാവലർ ടെങ്കുവിന്റെ ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തും.
രാജ്യത്ത് കോവിഡ് ബാധിച്ച് 4 മരണം. കേരളത്തിൽ 2, കർണാടക, പഞ്ചാബ് എന്നിവിടങ്ങളിലുമാണ് മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീയും പുരുഷനുമാണ് രോഗം ബാധിച്ച് മരിച്ചത്. കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഇതുവരെ 5364 പേർക്കാണ് രോഗബാധ. ഇതിൽ 1679 പേർ കേരളത്തിലാണ്. പെൽഗാമിന് ശേഷമുള്ള ആദ്യ കശ്മീർ സന്ദർശനത്തിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പ്രധാനമന്ത്രി. പാകിസ്ഥാൻ കശ്മീരികളുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ച രാജ്യം, ടൂറിസം തകർക്കാനും പാകിസ്ഥാൻ ശ്രമിച്ചെന്ന് നരേന്ദ്രമോദി. ചെനാബിൽ മോദി രാജ്യത്തിന് സമർപ്പിച്ചത് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ മേൽപ്പാലം. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് അമേരിക്ക. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ കണ്ടു. US മധ്യസ്ഥത വേണ്ടെന്ന് JD വാൻസിനെ അറിയിച്ചതായി തരൂർ പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ 2 സുപ്രധാന സ്ഥാനങ്ങൾ പാകിസ്ഥാൻ ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ്. ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് സംഘങ്ങളെ അയച്ചിട്ടും പാകിസ്ഥാന് സുപ്രധാന പദവികൾ എങ്ങനെ കിട്ടിയെന്ന് ചോദ്യം. 2025 UN സുരക്ഷാ കൗൺസിലിന്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാനാണ് വഹിക്കുന്നത്. കൂടാതെ ഭീകരവിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി നൽകി. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന കമ്പനിക്ക് അനുമതി കിട്ടുന്നത്. സ്റ്റാർലിങ്ക് എത്തുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് കനത്ത വെല്ലുവിളിയായേക്കും. ബംഗളൂരുവിലെ ക്രിക്കറ്റ് ആഘോഷം ദുരന്തമായി മാറിയ സംഭവത്തിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. RCB മാനേജ്മെന്റിലെയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ DNA-യിലെയും പ്രതിനിധികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റ് 2 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തതായും പോലീസ് അറിയിച്ചു. അതേസമയം FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. വീണ്ടും നിരക്ക് കുറച്ച് സാമ്പത്തിക വർഷത്തെ 2ാമത്തെ പണനയം RBI പ്രഖ്യാപിച്ചു. അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ 0.5% ഇളവാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ റിപ്പോ നിരക്ക് 5.5%. ഇതോടെ വായ്പാ നിക്ഷേപ പലിശ നിരക്കിൽ കുറവുണ്ടാകും. പണപ്പെരുപ്പം കുറയ്ക്കുക, വളർച്ചയ്ക്ക് മുൻഗണന നൽകുക എന്നീ ലക്ഷ്യത്തിലാണ് തുടർച്ചയായി 3ാം തവണയും നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. ഇസ്രായേലുമായി സാങ്കേതിക സഹകരണം നടത്തുന്നുവെന്ന ആരോപണത്തിൽ ടാറ്റ ഗ്രൂപ്പിന്റെ സൂഡിയോ അടക്കമുള്ള ബ്രാൻഡുകൾക്കെതിരെ ബഹിഷ്കരണ ക്യാമ്പയിൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO-യാണ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്കും മറ്റും പുതുവസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സ്റ്റുഡിയോ അടക്കമുള്ള ബ്രാൻഡുകൾ ഒഴിവാക്കണമെന്ന് CIO ആവശ്യപ്പെടുന്നു. സ്റ്റുഡിയോയ്ക്കായി സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ രംഗത്ത്. രാജ്ഭവനിലെ പുഷ്പാർച്ചന വിവാദത്തിൽ ഗവർണർ തെറ്റുതിരുത്തുകയാണ് വേണ്ടതെന്ന് മന്ത്രി V ശിവൻകുട്ടി. അതിനു പകരം കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. ഭരണഘടനാ മൂല്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നതായും V ശിവൻകുട്ടി. ആലപ്പുഴ ചേർത്തലയിൽ മന്ത്രി P പ്രസാദിന്റെ ഓഫീസിന് മുന്നിൽ BJP പ്രതിഷേധം. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച നടപടിയിലാണ് പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തിയായിരുന്നു പ്രതിഷേധം നടന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 9130 രൂപ, പവന് 73,040 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7510 രൂപ, പവന് 60,080 രൂപ. വെള്ളി ഗ്രാമിന് 117, കിലോ 1,17,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. നമസ്കാരം.